ഇവളിങ്ങനെ എടുത്തു, ഇങ്ങനെ NIC പോയി എടുത്തപ്പോഴത്തേക്ക് ഇവള് മുഖം ഇങ്ങനെ തിരിച്ചു കളഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ പാല് കുടിക്കാൻ എനിക്ക് കാണണ്ടെന്നുള്ള രീതിയിൽ എനിക്ക് തല തിരിച്ചു. ഞാൻ ഇന്നുവരെ പാമ്പർ മാറ്റിയിട്ടില്ല, ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പന് മകളെന്ന് പറയുന്നത് കിട്ടുന്നത് പ്യോർ ലവ് ആണ്. ഒരു വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആ കയ്യിലോട്ട് കിട്ടുന്ന മൊമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഒന്നുമില്ല, കംപ്ലീറ്റ് അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. കുഞ്ഞിന്റെ മുഖം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോകുന്നൊരു പ്രശ്നമില്ല. എന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി ആരും കണ്ടിട്ടുമില്ല. ഒരു കാര്യത്തിൽ മാറ്റമുണ്ട്. ഭയങ്കര ഗാംഭീര്യത്തിലുള്ള ശബ്ദമുള്ളൊരു മനുഷ്യനെ കൊച്ചിനെ കൊഞ്ചിക്കുന്നതിന് ഇമാജിൻ ചെയ്തു. അച്ഛൻ ഇവിടെ കുഞ്ഞാപ്ലിക്കേഷൻ എന്നാ വിളിക്കുന്നത്. ഇവിടെ കൊഞ്ചലൊന്നും കിട്ടിയിട്ടില്ല. സകലമാന മനുഷ്യര് മുന്നോട്ട് അഭിപ്രായങ്ങളും അഡ്വൈസും മാത്രം. കല്യാണം നടത്തി തരാൻ ആർക്കും മുന്നോട്ട് വരാൻ പറ്റത്തില്ല. കല്യാണം നടത്തി തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതെന്നെ മുട്ടിയിരിക്കുവാണോ എന്ന് കേട്ടാൽ. ആളുകൾ പിരിവെടുത്തിട്ടേ കല്യാണം നടത്തിയത്. പക്ഷേ ഞങ്ങളുടെ കല്യാണത്തിന് പിരിവിട്ട ഒരു നല്ല ശതമാനം ആളുകളും അവരുടെ പേര് പോലും ഞങ്ങൾ റിവീൽ ചെയ്തില്ല. എന്റെ ലൈഫിൽ ഇന്ന് വരെ ഇങ്ങനെ ഇത്രയും നാണം കെട്ട് നിന്നിരിക്കുന്ന ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാനതെല്ലാം ബാച്ചയ്ക്ക് പറയാം, എനിക്ക് അപ്പൊ അങ്ങനെ അത്ര ആത്മാർത്ഥമായിട്ട് നിന്ന ആളെ കാണാതെ പിന്നെ വേറെ എന്നാ കണ്ടിട്ട് എന്നാ കാര്യം ഇരിക്കും. വേണ്ട താടിക്കാരനും പെണ്ണും പിള്ളയും കൂടെ കൊച്ചിനെയും കൊണ്ട് വെച്ചുകൊണ്ട് നിക്കണ കണ്ട നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വന്ന് നിൽക്കാണ്. താടിക്കാരനും സൂസന്നെയും ഹലോ ഇങ്ങനെയൊക്കെ പറയാല്ലേ. ക്ഷമിക്കും, നാട്ടുകാരൊക്കെ ക്ഷമിച്ചോളൂ. ഈ ശബ്ദം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഐഡന്റിറ്റി ആയി മാറിക്കഴിഞ്ഞല്ലേ. അതെ അത് ഭയങ്കര രസമാണ്. താടിയും താടി എടുത്ത് കാണണമെന്ന് ഇടയ്ക്ക് ആഗ്രഹം ഉണ്ടെന്ന് സൂസൻ പറയുന്നുണ്ട്. നടപടിയുള്ള കാര്യമല്ല. ഇനിയിപ്പോ ഐഡന്റിറ്റിയിൽ പെട്ടുപോയി. അതെ അതെ, ഇതിന്റെ പേര് ഹെവൻലി സൂസൻ താടിക്കാരൻ. അതെ അതെ അതെ, ആ പേര് ഇങ്ങനെ എത്തിയത് ഭയങ്കര രസമുള്ള കാര്യമല്ലേ. ഹെവൻലി സൂസൻ താടിക്കാരൻ ഉറക്കമാണ്. അതെ അതെ, ഓ അടിപൊളി. അതോ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണൂർന്ന് നോക്കി. കടുത്ത ശബ്ദം കേട്ടിട്ട് അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കും. നമുക്കകത്തിരുന്നാലോ. താടിക്കാരനും സൂസമ്മയും ഹെവൻലി സൂസമ്മ താടിക്കാരൻ, അങ്ങനെയല്ലേ പേരിട്ടിരിക്കുന്നത്? സൂസൻ താടിക്കാരൻ. ഓ സൂസൻ താടിക്കാരൻ. ഓക്കെ, 3 പേരാണോ ഉള്ളത്? നമസ്കാരം. കുഞ്ഞിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം നമുക്ക്. എങ്ങനെയാ ഉറക്കമൊക്കെ? ഉറക്കം ഇപ്പൊ റെഡി ആയിട്ട് വരുന്നു. പക്ഷെ ആളെ 2 അമ്മച്ചിമാരും എന്റെ മമ്മിയും അച്ഛന്റെ മമ്മിയും നന്നായിട്ട് എടുത്തോണ്ട് നടന്ന് ശീലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാനും എടുത്തോണ്ട് നടക്കണം എന്നൊരു വാശിയുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇത് മാറ്റിക്കൊണ്ട് വരുന്നു. അപ്പൊ ഇപ്പൊ പകലാണ് ഉറക്കം അല്ലേ? ഇപ്പൊ പകല ഉറക്കം. രാത്രിയിൽ ഒരു 2 മണി തൊട്ട് ഒരു 5 മണിയാവും വരെ ഇച്ചിരി പാടാ. ഒന്ന് എടുത്തോണ്ട് നടക്കണം. ഒന്ന് നമ്മൾ ഈ അതിലോട്ട് ക്രിബിലോട്ട് കൊണ്ട് കിടത്തുന്ന ഉടനെ പിന്നെ ഈ കൈ ഇങ്ങനെ നീട്ട് എഴുന്നേക്കാൻ. ആ സമയത്തായിരുന്നു എന്റെ ഞങ്ങളുടെ 2 പേരുടെ മദേഴ്സ് എടുത്തോണ്ടിരുന്നേ. അതുകൊണ്ട് ആ സമയത്ത് ആരെയും ഒന്ന് സ്നേഹിക്കണം, ഒന്ന് എടുത്തോണ്ട് നടക്കണം, ഒരു ചൂടൊക്കെ കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹം. 5 കറക്റ്റ് ഉറങ്ങിക്കോ. ഈ കുഞ്ഞു വന്നപ്പോ എന്താണ് മാറ്റം വന്നത് ശരിക്കും? എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ ഇന്നുവരെ പാമ്പർ മാറ്റിയിട്ടില്ല, ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും തന്നെ ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം വേറെന്നല്ലോ കേട്ടോ, എനിക്ക് എല്ലാ ദിവസവും തന്നെ ഷൂട്ടുണ്ട്. അപ്പൊ ഈ രാത്രി ഞാൻ ഉറക്കളച്ചാൽ ഷൂട്ട് മുടക്കും, വരുമാനം കട്ടാവും. അതുകൊണ്ട് ദിവസം ഇപ്പൊ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നു. ഞാൻ രാവിലെ അങ്ങ് ഷൂട്ടിനങ്ങ് പോവുക എന്നുള്ള രീതിയായിപ്പോ. ഒരു കാര്യത്തിൽ മാറ്റമുണ്ട്. ഭയങ്കര ഗാംഭീര്യത്തിലുള്ള ശബ്ദമുള്ളൊരു മനുഷ്യനെ കൊച്ചിനെ കൊഞ്ചിക്കുന്നതിന് ഇമാജിൻ ചെയ്തു. അതൊരു ഭയങ്കര മാറ്റമാണ്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത്. സൂസൻ എന്ന് പറഞ്ഞ എന്തൊക്കെയാ പറയാ? അച്ഛൻ ഇവിടെ കുഞ്ഞാപ്ലിക്കേഷൻ എന്നാ വിളിക്കുന്നത്. കുഞ്ഞാപ്ലിക്കേഷൻ ആണോ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കും. ഞാൻ ഇങ്ങനെ വിചാരിക്കും അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലെന്ന്. ഇത്രയും ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരാള് പെട്ടെന്ന് കുഞ്ഞു വരുമ്പോ അതിനെ കൊഞ്ചിക്കുന്നത് ഭയങ്കര സീരിയസ്നെസ് ഒക്കെ നമ്മൾ വീഡിയോയിലല്ലേ? അത് ഞാൻ ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അതാണ് ഒരു വലിയ മാറ്റം. അപ്പൊ ഇവിടെ കൊഞ്ചലൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കൊഞ്ചിൽ കിട്ടിയാലും മറ്റേ കൊച്ചു പിള്ളേരെ കൊഞ്ചിക്കുന്നത് വേറെ കുറച്ചുകൂടെ സ്വീറ്റ് ആയിരിക്കും. അപ്പൊ അതിപ്പോ കാണുമ്പോ ഒരു രസം അതുണ്ട്. പിന്നെ അച്ഛൻ ഒരു ഭയങ്കര എന്താ പറയാ അത്യാവശ്യമാണെങ്കിൽ മാത്രം പൈസ ചെലവാക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വെറ്റ് വൈപ്സ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഒരു വർഷത്തേക്കുള്ളത് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. കുഞ്ഞു വന്നപ്പോഴത്തേക്കും ഒന്നിനും ഒരു കുറവ് വരരുത് എന്നുള്ള ആ ഒരു സാധനം, അങ്ങനെയൊക്കെ ഒരു ചിന്ത. അതൊക്കെ ഒരു ഡിഫറെന്റ്, അച്ഛയുടെ ഒരു ഡിഫറെന്റ് ഇതാണ്. അച്ഛൻ ഇപ്പൊ നമ്മളിപ്പോ എന്റെ ആവശ്യത്തിന് വെറ്റ് വൈപ്സ് ആണെങ്കിൽ അച്ഛൻ ആവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങിച്ചോളൂ. ഇതൊക്കെ ഭയങ്കര മാറ്റങ്ങളാണല്ലോ കുഞ്ഞു വരുമ്പോ. അത് ഒരു ഫാദർ ഹാർട്ട്, അത് ഡിഫറെന്റ് ആണല്ലോ. ഈ കയ്യിൽ കിട്ടുമ്പോ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ഉണ്ട്. അതെന്തായിരുന്നു ശരിക്കും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, അത് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പാടാ. കാര്യം അത് ഇപ്പം ഭാര്യ ഗേൾ ഫ്രണ്ട്
അവരോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ മിക്സ് ആയിട്ടാണ്. അതായത് ലവ്, ലസ്റ്റ് എല്ലാം ഉണ്ടാവും. പക്ഷെ മകൾ, പ്രത്യേകിച്ച് ഒരു അപ്പന് മകളെന്ന് പറയുന്നത് കിട്ടുന്നത് പ്യോർ ലവ് ആണ്. അത് ഒരു വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആ കയ്യിലോട്ട് കിട്ടുന്ന മൊമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഒന്നുമില്ല, കംപ്ലീറ്റ് അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. കുഞ്ഞിന്റെ മുഖം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോകുന്നൊരു പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി ആരും കണ്ടിട്ടുമില്ല. പക്ഷെ ഇവളുണ്ടായ അന്ന് ഏണ്ടൊരു 10-15 പ്രാവശ്യം എൻ്റെ കയ്യിലിരുന്ന എല്ലാ സാധനവും പടപടപടേന്ന് വീടോട്ടിരിക്കായിരുന്നു. അത്രയും ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക്. ഫോൺ താഴെ വീഴത്തില്ല. അത് എല്ലാവരും പറയുന്നുണ്ട്. പുള്ളിയുടെ 2 ഫോണും താഴെ വീണു എന്ന്. അപ്പൊ അത് അങ്ങനെ വീഴണം എന്നുണ്ടെങ്കിൽ അതുപോലെ മൈൻഡ് അങ്ങ് കംപ്ലീറ്റ്ലി ഇതിൽ ഫോക്കസ് ആവുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോഴും പെട്ടെന്ന് എനിക്ക് ചെറിയൊരു ഇതുപോലെ ഷിവറിങ് പോലെ ഉണ്ടായിരുന്നു. അത് ഈ ബാക്കിൽ നട്ടലിന് ഇഞ്ചക്ഷൻ തന്നു കഴിയുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഇഫക്റ്റ് പോയി കഴിയുമ്പോൾ ഒരു തണുപ്പ് ബോഡിക്ക് വരും. അപ്പൊ ആ തണുപ്പ് ബോഡിക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ യൂഷ്വൽ ഷിവറിങ് അത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അച്ഛൻ അത് പേടിച്ചു. ബിക്കോസ് അതിന് മുമ്പ് ഒരു പ്രാവശ്യം എനിക്ക് ഇതുപോലെ ഇൻഫെക്ഷൻ കൂടിയിട്ട് ഷിവറിങ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഷിവറിങ് കണ്ടിട്ടുള്ളത് അതുപോലെ എന്തെങ്കിലും ആണോ എന്ന് പുള്ളി ഒന്ന് പേടിച്ചു. അതുകൂടെ പേടിച്ചു പെട്ടെന്ന് കൊണ്ടുവയ്ക്കോ എന്ന് പറഞ്ഞു. അതായത് ICU-ക്കകത്തോട്ട് കൊണ്ടുവയ്ക്കോളാൻ എല്ലാവരും കാണാൻ വരുമ്പോഴും അച്ഛനെ കൊണ്ടുപോയി പിന്നെ അവര് വാമർ വെച്ച് പിന്നെ അവിൽ പെട്ടെന്ന് കയ്യിൽ കയറ്റി പെട്ടെന്ന് അതങ്ങ് മാറി. 15 മിനിറ്റ്സിനുള്ളിൽ അത് റെഡിയായി. അത് എല്ലാവർക്കും വരുന്ന അതൊക്കെ ഒരു ഭയങ്കര ഇതാണ് ആ സമയത്ത്. ഈ പുള്ളി കണ്ടതുപോലെ അല്ല, നമ്മള് അത്ര ബോധം ഉണ്ടാവില്ല കാണുന്ന സമയത്ത്. അപ്പൊ ഫസ്റ്റ് ഫീലിംഗിലൊക്കെ എന്തായിരുന്നു കുഞ്ഞിനെ കാണുമ്പോൾ ഉള്ളൊരു? എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. അപ്പൊ ഫുൾ ബോധത്തിലായിരുന്നു. ഞാൻ ഫുൾ ബോധത്തിലായിരുന്നു. ഡോക്ടേഴ്സ് മുഴുവൻ അടിപൊളി ടീം ഡോക്ടേഴ്സാണ്. അവർ ത്രൂ ഔട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കോമഡിയാ. ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ വന്ന് സി സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. സോ നമ്മൾ ആസ് യൂഷ്വൽ ഒരു സോഫയിൽ ഇരിക്കുന്ന അതേ ഫീലിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഒരു ടീം ഭയങ്കര കിടിലായിരുന്നു. എത്രയും വർത്താനം പറഞ്ഞെങ്കിൽ അവർ ജോലിയിൽ ഒരു നിമിഷം പോലും അവരുടെ ശ്രദ്ധ പോയിട്ടില്ല. പെട്ടെന്ന് തന്നെ അവർ കുഞ്ഞിനെ എടുത്ത ഉടനെ തന്നെ അവൾ കരഞ്ഞു. സോ പ്രോപ്പർ ക്രൈയിങ്ങിലൂടെ തന്നെയാണ് അവൾ പുറത്തു വന്നത്. എന്നിട്ട് പിന്നെ എന്നെ കൊണ്ട് കാണിച്ചു, ഒരു കിസ് കൊടുക്കാൻ പറഞ്ഞു. ആ ഒരു ഗ്ലിംസേ കിട്ടുള്ളൂ. പിന്നെ ഞാനിങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കൂ, അവളെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നിടത്തോട്ട് ഇങ്ങനെ നോക്കൂ, ഒന്നുകൂടെ കിട്ടുമോ എന്നുള്ളത്. പിന്നെ അപ്പോഴത്തേക്കും അവര് പിന്നെ സി സെക്ഷൻ കഴിഞ്ഞു. പിന്നെ അത് തിരിച്ച് തുന്നുന്ന എല്ലാ പരിപാടികളുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ICU പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ചെറിയൊരു യെല്ലോയിഷ്നെസ് ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പൊ NICU കിടത്തേണ്ടി വന്നു ഒരു 3 ഡേയ്സ്. അപ്പൊ ആ NICU നമ്മളെ ആ ഫസ്റ്റ് ഡേയിൽ എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല, ICU-ലായിരുന്നു. ആ സമയം കൊണ്ട് അച്ഛ കയറി കണ്ട് അച്ഛൻ ഇവളുമായിട്ട് അങ്ങ് കൂട്ടായി. അപ്പൊ ഇവള് ചിന്തിക്കും ഒരു തള്ളയുണ്ടായിരുന്നില്ല, അത് എന്ത് ചെയ്യാൻ. സി സെക്ഷനിലുള്ള എല്ലാ അമ്മമാരുടെ അവസ്ഥ അതാ. എന്റെ ഓപ്പോസിറ്റ് കിടന്ന കൊച്ചു ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊതിച്ചിരിക്കുക കുഞ്ഞിനെ കാണാൻ. എപ്പോഴാ പോകുന്നതെന്ന് ഞാൻ കേൾക്കുന്നുണ്ട് കിടക്കുമ്പം. ആ കൊച്ചു ചോദിക്കുന്നേ എപ്പോഴാ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുന്നത്, കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ട് തരുവോ എന്നൊക്കെ ചോദിക്കുന്നത്. സി സെക്ഷനിൽ അങ്ങനെ ഒരു ഇതുണ്ട്. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് നേരെ കൊച്ചിനെ കയ്യിൽ സൈഡിൽ കൊണ്ട് തരും. അപ്പൊ അതൊരു ഭയങ്കര ഇതായിരുന്നു. ഗ്ലിംസേ കിട്ടിയുള്ളൂ. ഇവർക്കൊക്കെ ഒത്തിരി കാണാൻ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോ ഇവളെ ഞാൻ എടുത്തു, ഇങ്ങനെ NICU പോയി എടുത്തപ്പോഴത്തേക്ക് ഇവള് മുഖം ഇങ്ങനെ തിരിച്ചു കളഞ്ഞു. ഫുൾ സിസ്റ്റേഴ്സ് ചിരിയായിരുന്നു അവിടെ ഇരുന്ന്. പെട്ടെന്ന് തന്നെ അവൾ പാൽ കുടിക്കാൻ എനിക്ക് കാണണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ തല തിരിച്ചു. ഫുൾ ടൈം ഒരു അരമണിക്കൂർ ഇങ്ങനെ തല തിരിച്ച് തന്നെയായിരുന്നു. പാല് കുടിക്കത്തില്ല, മിണ്ടത്തില്ല, അടുത്ത് വരത്തില്ല. പിന്നെ ഇങ്ങനെ മിണ്ടാതെ കിടക്കുമായിരുന്നു. സെക്കൻഡ് ടൈം പോയിട്ട് പൊന്നേന്നൊക്കെ വിളിച്ച് കയ്യിലൊക്കെ എടുത്ത് ഒന്ന് താലോലിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു സ്നേഹം വന്നത്. അത് ആദ്യത്തെ പ്രാവശ്യം ഒരു ഭയങ്കര ഇതായിരുന്നു. ഇത് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുമ്പോഴും ഭയങ്കര വേറെ ഫീൽ ആയിരിക്കും. അത് അവിടെ വേറെ നമ്മൾ ഈ ലെവലൊക്കെ അങ്ങ് കടക്കും, വേറെ ലെവലിലേക്ക്. ഇതിപ്പോ ഇപ്പോഴത്തെ ലെവലല്ല. അതെ അതെ. ഈ വൈകിയാണല്ലോ ഇയാള്, ഇല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുറച്ച് വൈകി. അപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ഫിഗേഴ്സിനെ എല്ലാവരും ഇങ്ങനെ മോണിറ്റർ ചെയ്യും. അതെന്തേ വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ പ്രോബ്ലംസ്, ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾക്ക് ആൾക്കാരുടെ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ഒന്ന് നമ്മള് ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ സമയത്തൊക്കെ എന്തായിരുന്നു മനസ്സിൽ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊക്കെ? ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ സൂസനോടാ വന്നേക്കുന്നത്. ഇപ്പം എന്റെ മുഖം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്നോടാരും ഒന്നും സൂസനോട് ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്. അതായത് ഭയങ്കര കെയർ ആയിട്ടാവും അതിന്റെ. വിഷമിക്കണ്ട കേട്ടോ, കുഞ്ഞൊക്കെ ആവുക, ഇതാണ് ഏറ്റവും വലിയ ടോർച്ചർ. നമുക്ക് ആക്ച്വലി വിഷമം ഇല്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താ റീസൺ എന്നുള്ളത്. ഞങ്ങള് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിൽ തന്നെ കൺസീവ് ചെയ്യാനുള്ള എല്ലാം റെഡി ആയിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു നമുക്ക് 27 mm ഒരു സ്റ്റോണാണ്. സൂസൻ തന്നെ ചിന്തിക്കുക, സ്റ്റോണിന്റെ വേദനയെ സഹിക്കാൻ പറ്റുന്നില്ല, അതിന്റെ കൂടെ പ്രഗ്നൻസി, കാരണം വയറ് വലുതാവുമല്ലേ. അതിനിടയ്ക്ക് ഈ കിഡ്നി ഞെരുങ്ങുമ്പം
ആ സ്റ്റോൺ അതിനകത്ത് ഇരിക്കുകയല്ലേ, കിഡ്നി 27 mm എന്ന് പറഞ്ഞാൽ ഒരു വിരലും ഇനി ഒരു വിരലിൻ്റെ പകുതിയുണ്ട് സ്റ്റോൺ, വലിയ സ്റ്റോണാണ്. അപ്പോൾ അത്രയും വലിയൊരു സ്റ്റോൺ വെച്ചിട്ട് കുഞ്ഞിനെ കൺസീവ് ചെയ്യുന്നത് പോസിബിൾ ആണോ എന്ന് അവർ ചോദിച്ചത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ 2 years 3 yearsനുള്ളിൽ അത് സർജറി ചെയ്ത് പല പല തവണയായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തത്. ഒരു 3rd yearലാണ് അതിനെ ഫുള്ളി നമ്മൾ റിക്കവർ ചെയ്ത്. ഒരു ഇൻഫെക്ഷനൂടെ വന്ന ആ ഇൻഫെക്ഷൻ 15 ദിവസം ആൻറ്റിബയോട്ടിക്സ്, കംപ്ലീറ്റ്ലി ആൻറ്റിബയോട്ടിക്സ്, ഡോക്ടർ പറഞ്ഞു ഞാൻ വിടത്തില്ല. 15 ദിവസത്തെ ആൻറ്റിബയോട്ടിക്സ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പം ഒരു ദിവസം ഇങ്ങനെ ഓക്കെ ഒന്നും നമ്മുടെ യൂഷ്വൽ പീരീഡ്സ് ആവുന്നില്ല, അപ്പോൾ ചിലപ്പോൾ ഇനി PCOD ഉണ്ടോ എന്നൊരു സംശയം. അതിൻ്റെ മാസം PCODയുടെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ പേടി കൂടുതലാണ്. PCOD ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ടെസ്റ്റിന് പോവുക. ഇന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു PCOD നോക്കുന്നതിന് മുമ്പ് ചുമ്മാതെ ഒരു ജോക്കിന് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങിച്ചൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചുമ്മാ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ ചുമ്മാ നോക്കിയതായിരുന്നു, വെറുതെ ആവശ്യമില്ലാതാന്നല്ല, ചുമ്മാ നോക്ക് പ്രഗ്നൻസി ടെസ്റ്റ്, ചുമ്മാ ഇങ്ങനെ രാവിലെ വരുന്നു വാങ്ങിക്കുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രഗ്നൻ്റ് ആണ്. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രഗ്നൻസി. അല്ല നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തോ, അപ്പം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി അടുത്ത ചോദ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഇപ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഡയബറ്റിക് ആണെങ്കിൽ എങ്ങനെ ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റുമോ, ഏത് ട്രീറ്റ്മെൻറ്റാണ്, ഏത് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ട്രീറ്റ്മെൻറ്റ് എന്നുള്ള വേർഡ് എൻ്റെ മമ്മിയെ കാണുന്നവർ ഇത് തന്നെ എല്ലാവരും ചോദിക്കുന്നു, മോൾ എവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തത്. മമ്മി പറയും ട്രീറ്റ്മെൻറ്റ്, എന്ത് ട്രീറ്റ്മെൻറ്റ്, അവർക്കൊരു ട്രീറ്റ്മെൻറ്റ്. എനിക്കത് എൻ്റെ നോർമൽ ഇതാണ്, നമ്മൾ വെയിറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ബിക്കോസ് ഓഫ് ഈ കിഡ്നി സ്റ്റോൺ. ഇച്ചിരി കിഡ്നി സ്റ്റോൺ എന്ന് എല്ലാവരും പറയുമ്പോൾ ചെറിയ മറ്റേ ക്രിസ്റ്റലിൻ സ്റ്റോണാന്നൊക്കെ വിചാരിക്കും. അല്ല, ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്തായാലും അത് കഴിഞ്ഞു, ആ എപ്പിസോഡ് കഴിഞ്ഞു. പല എപ്പിസോഡുകൾ കടന്നാണ് നിങ്ങൾ ഒരുപാട് വീഴ്ചകളിൽ നിന്നും ഒരുപാട് പൊക്കത്തിൽ നിന്നും ഒക്കെ വന്നില്ലേ. ഇതില് എനിക്ക് നിങ്ങളുടെ സംസാരത്തിൽ എനിക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ, റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാരേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ചിലർക്ക് സ്മെൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവരെങ്ങനെയാണ്, അതായത് നമ്മൾ നോക്കുന്നത് പലതരത്തിലുള്ള പൊരുത്തങ്ങൾ നോക്കാറുണ്ട്, ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വശം, ജോലി, ഇതൊക്കെ നോക്കാറുണ്ട്. പക്ഷെ പരസ്പരം സ്മെൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് വലിയൊരു കാര്യമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാതെ വിടുന്ന, ഒളിച്ചു കടത്തുന്ന ഒരു പരിപാടിയാണ്. സത്യത്തിൽ ഇത് ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇവരോട് എനിക്ക് സംസാരിക്കണമല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ശരിക്കും ഇത് അറിയാതെ പോകുന്ന ഒരുപാട് പേരില്ലേ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് പേരില്ലേ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നെ സംബന്ധിച്ചിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ ആദ്യമേ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അറിയാം, ഹെൽപ്പ് ചെയ്ത സമയത്താണ് നിങ്ങൾ തമ്മിൽ പരസ്പരം അറിയുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ്, നോൺ വെർബൽ ആയിരുന്നോ? ഞാനതെല്ലാം ബാച്ചയ്ക്ക് പറയാം, എനിക്ക് ഇപ്പൊ ഞാനൊരാട് സംസാരിക്കുമ്പോൾ വായിൽ സ്മെല്ലുണ്ടെങ്കിൽ തന്നെ ഞാൻ വളരെ ഹട്ട് ചെയ്യാത്ത രീതിയിൽ അത് പറയും. കാര്യം ഇല്ലെങ്കിൽ നമ്മളത് സഹിച്ചോണ്ടിരിക്കുന്നതോറും ഇയാൾ അടുത്ത ആളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും. ഈവൻ എനിക്ക് എന്തെങ്കിലും അതുപോലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറയുന്നത് എനിക്ക് സന്തോഷ കാര്യം, തിരുത്തി പോകല്ല. അതുകൊണ്ട് ഞാനെല്ലാം തന്നെ പച്ചയ്ക്ക് പറയുമായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ കുഴപ്പമില്ല. എനിക്കിതിനകത്ത് ഏറ്റവും വലിയ ദേഷ്യം എന്താണെന്നറിയാം, ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാത്ത കാര്യം, ഈ പേസ്റ്റ് ചെക്കുമ്പം എനിക്കതിന്റെ മൂട്ട് ചെയ്ത് പയ്യെ ചെക്കി വരണം, ഇട ചുളുക്കാൻ പാടില്ല. ഈ ദിവസം ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ പിടിച്ച ഒറ്റ ചെക്ക് ഇങ്ങനെ ചെക്കാൻ അത് ഇപ്പോഴും ഒരു മാറ്റമില്ല. എന്നെ സംബന്ധിച്ച് അതൊക്കെ വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യമാണ്. പുള്ളി അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ്. കാരണം അത് ഇങ്ങനെ മേളിൽ ഞെക്കി വരുവാണെങ്കിൽ അടുത്ത ആൾക്ക് അത് അത്രയും കൂടെ എളുപ്പമാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ഞെക്കുമ്പോൾ പിന്നെ അടുത്ത ആൾ വരുമ്പോൾ താഴെ ഞെക്കി മേലോട്ട് കൊണ്ടുവരണ്ടേ. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ അച്ഛൻ ഇത് തുറന്നു പറയുന്നത്, അച്ഛനെ തുറന്നു പറയുന്നതിന് കുഴപ്പമില്ല, തുറന്നു പറയുന്ന ആളുടെ ഹൃദയം എന്ത് ഉദ്ദേശത്തിൽ അത് പറയുന്നു എന്നുള്ളത്. എന്റെ കാല് എപ്പോഴും മുരിഞ്ഞിരിക്കും. അച്ഛനോട് എപ്പോഴും പറയും ക്രീം തേക്കണം, കാരണം നമ്മൾ ഇത്രയും ആളുകളുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്, ആളുകൾ ശ്രദ്ധിക്കും. ഇത്രയും അവിടെ ഇവിടെയൊക്കെ ചെന്ന് എന്തോരം വീഡിയോസ് ചെയ്യുന്നു, അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്നവരല്ലേ, പല്ല് സൂക്ഷിക്കാത്തവര്, നഖം വെട്ടാത്തവര്, ഇവർ ഇത്ര ദാരിദ്ര്യം പിടിച്ച മനുഷ്യരാണ്, എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാലല്ല ചില ക്രീം തേച്ചൂടെ കാലൊക്കെ മുരിഞ്ഞിരിക്കും. കാരണം ചില ആളുകൾ വലിയ വലിയ ഉദ്യോഗസ്ഥരൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവരുടെ ശരീരം അവർ ഭയങ്കര നന്നായിട്ട് ടിപ്പ് ടോപ്പിലാണ് നടക്കുന്നത്. അവർ ചിന്തിക്കത്തില്ലേ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇവർക്ക് നടന്നാൽ തന്നെ. അപ്പൊ അച്ഛനൊരു കാലൊക്കെ മുരിങ്ങിയിരിക്കുന്നു, വല്ലപ്പോഴൊക്കെ ആ വാസലിന്റെ ക്രീം എടുത്തൊന്ന് തേച്ചെന്ന് അത് എപ്പോഴും അങ്ങനെ ചെയ്ത് വെക്കണം. വൃത്തികേടാണ്. അതുപോലെ നമ്മൾ വീഡിയോയിൽ വരുമ്പോൾ പ്രസന്റബിൾ ആയിരിക്കണം. ചില കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കും. ശരിയാണ്, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്കിന്റെ കളർ കൂടിപ്പോയി, ചിലർക്ക് അത് ബുദ്ധിമുട്ടാ. ചിലർ പറയും മുടി നരച്ചിരിക്കും. ഞാൻ ചിന്തിക്കും എന്റെ മുടി നരയ്ക്കുന്നത് സ്വാഭാവികമായ കാര്യമല്ല, അതിപ്പോ എന്തോ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്ത് കളർ അടിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അത് സ്വാഭാവികമാണ്.
പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവർ നോക്കുമ്പോൾ അവരെത്ര പ്രായമായാലും മുടിയൊക്കെ നല്ലപോലെ കറുപ്പിച്ച് നല്ല നീറ്റായിട്ട് നടക്കുന്നവരാണ്. അപ്പൊ അവരും എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളും അതുപോലെ നടക്കണമെന്ന്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അതച്ഛ പറയും ഡ്രസ്സ് ഇടുമ്പോൾ നീറ്റായിട്ട് ഇറങ്ങണം. എപ്പോഴും പറയും നമുക്ക് കാശുണ്ട്, ഡിയോഡ്രൻറ്റ് വാങ്ങിക്കുക, അടിക്കുക. ആളുകളുടെ അടുത്ത് പോകുമ്പം യു ഷുഡ് സ്മെൽ ഗുഡ്. വായിൽ നാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണത്. നമ്മള് ചില ആളുകൾ നമ്മളോട് മിണ്ടാതെ പോകുന്നത് കണ്ടിട്ടുണ്ടോ ചില സമയത്തൊക്കെ? കോളേജിലൊക്കെ ഉണ്ട് ഒത്തിരി പിള്ളേരെ നമ്മൾ അവോയ്ഡ് ചെയ്യും. നമ്മൾ വിചാരിക്കും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന്. ആക്ച്വലി ബോഡി സ്മെല്ലും കൊണ്ട് അവോയ്ഡ് ചെയ്യുന്നത്. ബോഡി സ്മെൽ, മൗത്തിൽ നിന്ന് വരുന്ന ഓർഡർ, ചിലപ്പോൾ വൃത്തിയില്ലാതായിരിക്കും. വൃത്തിയില്ലാത്തൊരു വ്യക്തി നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നത് നമ്മുടെയും കൂടെ ഇമേജിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതിയായിരിക്കാം അവർ അവോയ്ഡ് ചെയ്യുന്നത്. സോ ഒരുപാട് പറയാൻ പറ്റാത്ത ഒത്തിരി കോളേജിലുള്ള മിണ്ടാട്ടങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ വൃത്തിയുടെ പേരിൽ തന്നെയാണ്. ഇപ്പൊ ഈയിടെ ഒട്ടും പറയാൻ പറ്റത്തില്ല. മറ്റേ ചന്ദ്രിയ സോപ്പ് ഈയിടെ വൈറലായതേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യം നേരെ നെഗറ്റീവായിട്ട് ആളുകൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ റിയാലിറ്റി ഉണ്ട് അതിനകത്തൊക്കെ, നല്ല റിയാലിറ്റി ഉണ്ട്. അതെ. അല്ല, അത് കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോടൊരു ബഹുമാനം വന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കേണ്ട, നമ്മൾ അതിനൊക്കെ കടന്നു പോവേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോഴും പഴയ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. നിങ്ങൾ പരിചയപ്പെടുമ്പോൾ ശരിക്കും ഒരു വീഴ്ച വരുമ്പോൾ ഹെൽപ്പ് ചെയ്തതാണെന്ന് മനസ്സിലാകുന്നു. സൂസൻ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പം ആ സ്പേസിലൊക്കെ ഇപ്പോൾ 1 വർഷത്തോളം സൂസൻ സഹിച്ചു എന്നൊക്കെയാണ്, എന്ന് വെച്ചാൽ സാമ്പത്തികമായി കൂടെ സഹായിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഒരു സൂസമ്മയെ ശരിക്കും മനസ്സിലാക്കുന്നത് ആ സ്പേസിലായിരിക്കാമെന്നാണ് വിശ്വസിക്കുന്നത്. ആ സ്പേസിൽ തന്നെയാണോ ശരിക്കും മനസ്സിലേക്ക് കയറി പറ്റിയത്? തീർച്ചയായും. കാര്യം ഈ സ്നേഹം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതെല്ലാം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതിനകത്തെല്ലാം പ്രവൃത്തി ഉണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പം പിന്നെ എൻ്റെ ഒരു ബേസിക് നേച്ചർ വെച്ചിട്ട് എനിക്ക് ആരെങ്കിലും എന്നേലുമൊക്കെ ചെറിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അവർക്ക് ചെയ്തത് അതിൻ്റെയൊക്കെ ഒരു 1000-10,000 ഒക്കെ ഇരട്ടിയായിരിക്കും. ഞാൻ സ്വയം മുഖത്തിൽ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ചെയ്തോണ്ടിരിക്കുന്നതാണ്, സൂസനെ കണ്ടോണ്ടിരിക്കുന്നതാണ്. അപ്പം എൻ്റെ നേച്ചർ അങ്ങനെയാണ്. അതായത് ഒരു പണ്ടൊരു 1000 രൂപ തന്ന് സഹായിച്ചവരാണെങ്കിൽ പിന്നീട് അവരുടെ അവസ്ഥ മോശമായി ഞാൻ കണ്ടാൽ എന്നെ കൊണ്ട് പറ്റുന്നത് എന്തും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെ എൻ്റെ പഴയ ആളുകൾക്കെല്ലാം അത് വളരെ നല്ല രീതിയിൽ അറിയാം. അപ്പം ഒരു ടൈമിൽ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അരഗതിയും പരഗതിയും ഇല്ലാതിരുന്ന സമയത്ത് അത്രയും ഹെൽപ്പ് ചെയ്തതാണ് സൂസൻ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ സൂസൻ റിച്ചായിട്ട് നിന്നല്ല എന്നെ ഹെൽപ്പ് ചെയ്തത്. ട്രിവാൻഡ്രത്തൂടെ ഈ വെയിലും കൊണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി ക്ലാസ് എടുത്ത്, അപ്പോഴും സൂസൻ കിടപ്പുണ്ട് കുറേ ആളുകൾ. അവരുടെ വായിൽ നിന്നുള്ള തെറി കേട്ടിട്ടാണ് അവിടുന്ന് പൈസ പിടിച്ച് വെച്ചിട്ടാണ് എൻ്റെ ആവശ്യത്തിന് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്ര ആത്മാർത്ഥമായിട്ട് നിന്ന ആളെ കാണാതെ പിന്നെ വേറെ എന്നാ കണ്ടിട്ട് എന്നാ കാര്യം ഇരിക്കുന്നു. അതാണ് മൊമെന്റ്. പക്ഷെ തിരിച്ചപ്പോ സൂസൻ എന്തായിരുന്നു? ഇപ്പൊ സൂസനെ സംബന്ധിച്ചത് സൂസൻ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നു, അതിന്റെ ഒരു കാര്യം കൊണ്ട് സൂസനെ മനസ്സിലാക്കാൻ പറ്റി. തിരിച്ചെങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തത്? എനിക്ക് ആ ഒരു ടൈമിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, പൈസ തന്ന്. ഈ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെല്ലാം ചിന്തിക്കുന്നത് ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് ഈ കൊച്ചെന്താ ഒന്ന് ഗതി പിടിക്കാത്തതിന്റെ റീസൺസ്, വീട്ടിലോട്ട് പൈസ നല്ലപോലെ. എൻ്റെ ഡാഡി ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു, മരിച്ചുപോയി. ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു. ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് 50,000 രൂപ സോളിഡ് ആയിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം വേണം. ക്യാൻസർ പേഷ്യൻസിനെ പോലെ തന്നെ ഡയാലിസിസ്, ഇതിനെപ്പറ്റി ആർക്കും അറിയത്തില്ല. ഡയാലിസിസ് എന്ന് എല്ലാവരും കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് 10,000 രൂപ എല്ലാം മതിയെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഞങ്ങളുടെ അടുത്തൊന്ന് മാറിയാ നിൽക്കുന്നത്, പൈസ ചോദിക്കുമെന്ന് പേടിച്ചിട്ട്. ഫോൺ വിളിച്ചാൽ പെട്ടെന്ന് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഉടനെ അവർ കട്ട് ചെയ്യും. എനിക്ക് അന്ന് 25,000 കിട്ടുന്നത്. ഈ 25,000 കൊണ്ട് എന്തായാലും എൻ്റെ അവിടുത്തെ റെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെന്റ്, പിന്നെ അച്ഛയുടെ ഞങ്ങളുടെ 2 പേരുടെയും കൂടെ ചെലവ്, വണ്ടിക്കൂലി ഒന്നും തികയത്തില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എങ്ങനെ ഞാൻ അയക്കും? അപ്പൊ ഈ ഒരുപാട് മനുഷ്യർ ഈ പൈസ തരും. ഞാൻ അത്യാവശ്യം നല്ലപോലെ ആളുകളോട് എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുമുണ്ട്. കാരണം അതായിരുന്നു അവസ്ഥ ആ സമയത്ത്. ഇത്രയും മനുഷ്യർ സഹായിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ടും നമ്മൾ ഈ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ ആളുകൾ വന്നിട്ട് പറയും ഇത്രയും കടന്ന് നീ കഷ്ടപ്പെടുന്നു, അവൻ എന്തുവാ ചെയ്യുന്നത്? അവനവിടെ വെറുതെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കുവല്ലേ? വെറുതെ ഇരിക്കുവല്ല, അവിടെയും പണിയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ വരുന്ന പിള്ളേരെ നോക്കുക, അവർക്ക് ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുന്ന, അവരുടെ അഡ്മിഷൻ. ഇൻഫാക്ട് ഗ്രാമർ വരെ പഠിപ്പിക്കുമായിരുന്നു പിള്ളേരെ ഇടയ്ക്ക് വെച്ച്. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം, ഞാനാണത് കാണുന്നത്. എന്നിരുന്നാലും ഈ പുറത്തോട്ട് പോകുമ്പോൾ ഈ ആളുകൾ ഈ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകും. വിളിച്ചിട്ട് പറയും ഇതൊന്നും സ്നേഹമല്ല, ഇതൊക്കെ വെറും ഉപയോഗിക്കുകയാണ്, ഇത് മുതലെടുക്കുകയാണ്. അപ്പം ഇതൊക്കെ ചുമ്മാതെ കണ്ടോ, നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ജീവിക്കുക, നീ തന്നെ ഒന്ന് നോക്കിക്കേ എന്നിങ്ങനെ കുറെ കഴിയുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കൂ, ശരിയാണല്ലോ, ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ നമുക്ക്. അപ്പൊ അവരാ ബ്രെയിൻ വാഷ് ചെയ്തത് ഞാൻ എന്തോ ചെയ്യും, ആ പറഞ്ഞ കുത്തുവാക്കുകൾ മുഴുവൻ കേട്ടിട്ട് ഞാൻ തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷന് വന്നിട്ട് അച്ഛമായിട്ട്
മുട്ടൻ അടിയാ അങ്ങോട്ട് ഇങ്ങോട്ട്. ഗുസ്തി. ഗുസ്തി. പക്ഷെ അച്ഛ ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി തവണ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവത്തില്ല ആ സമയത്ത്. എന്റെ ബുദ്ധിമുട്ട് കൊണ്ടാ, എന്റെ പ്രയാസം ബുദ്ധിമുട്ട് കൊണ്ടാണ്. പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എനിക്ക് എന്റെ ആ ബ്രെയിൻ വാഷിന്റെ ആ സാധനം അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ പഴയതുപോലെ തന്നെ പിന്നെ ഈ ആളുകൾ എന്റെ പുറകെ നടക്കുക. ഇത് എല്ലാ ദിവസവും എല്ലാ ദിവസവും 5 വർഷം ഇതാ സംഭവിച്ചുകൊണ്ടിരുന്നത്. ബ്രെയിൻ വാഷ്ഡ്. ഇങ്ങനെ ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നവരായി വിളിച്ചുകൊണ്ട് പോകുന്നത്. അവരെയും പറയാൻ പറ്റത്തില്ല. കാരണം അവരെന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് എൻ്റെ ഈ കടം കയറി പോവാൻ, ഞാൻ ആളുകളുടെ നിന്ന് പൈസ വാങ്ങിക്കുക, ഫോണിൽ കടം വാങ്ങിച്ചവരെ വിളിക്കുക. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് തന്നെ കടം എന്ന കളിയാക്കി പേര് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ സാറുമാരും എന്നെ വിളിച്ചോണ്ട്. കാരണം എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ആവശ്യം ഉള്ളത് കൊണ്ടാണ് വാങ്ങിക്കുന്നത്, ചുമ്മാതെ വാങ്ങിക്കത്തില്ലല്ലോ. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, വീട്ടുകാരിൽ നിന്ന് വാങ്ങിക്കുന്നവരെല്ലാം നമ്മുടെ സ്റ്റേറ്റസ് നോക്കിയിരിക്കും. എന്താണെന്നറിയോ, അതിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാശ് കൊണ്ടല്ലേ ജ്യൂസ് വാങ്ങിച്ചെന്ന്, ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. സ്റ്റേറ്റസ് ഒന്നും ഇടാൻ പറ്റത്തില്ല നമുക്ക്. ഒരു സ്റ്റേറ്റസ് ഇട്ടു ഒരിക്കൽ ഒരു കടയിൽ ചെന്നിട്ട് എൻ്റെ ഒരു ചേച്ചി എനിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ചേച്ചി ഒരു ഫോട്ടോ എടുത്തു. ബാഡി നമുക്കിത് സ്റ്റേറ്റസ് ഇടാമെന്ന് പറഞ്ഞ് ഇട്ടു. അതിൻ്റെ തലേ ദിവസം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് പൈസ തന്നതാണ്. ആ പൈസയ്ക്ക് ഞാൻ ഐസ്ക്രീം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടം ബഹളമാണ് ഗ്രൂപ്പിൽ. മനസ്സിലായി? അങ്ങനെ വരെ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു മേഖലയാണ് ഈ പൈസ വാങ്ങിക്കുക എന്ന് പറയുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചൊരു കാര്യം, ബുദ്ധിമുട്ട് വന്നാലും ഒരു മനുഷ്യൻ്റെയും കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിക്കത്തില്ല എന്നൊരു തീരുമാനം. ശരിക്കും അവിടെ നിന്നാണ് ഞങ്ങളുടെ അനുഗ്രഹം തുടങ്ങുന്നത്. ഈ വാങ്ങിക്കത്തില്ല എന്നുള്ള തീരുമാനം സ്റ്റാർട്ട് ചെയ്ത പിന്നാണ് അത് ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പം ശരിക്കും ഭയങ്കര മാറ്റം വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഈ ബ്രെയിൻ വാഷ് ഉള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും അച്ഛൻ എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ പുള്ളിയെ സ്നേഹിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. പിന്നെ കല്യാണം നടക്കുന്നില്ലല്ലോ. അപ്പൊ അതാണ് എല്ലാരും ചോദിക്കുന്നത്, നിന്നെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ പറ്റിയില്ലല്ലേ ഇത്, പറ്റിയില്ല അതല്ലേ ചോദിക്കുക. അപ്പൊ നമ്മൾ ശരിയാണല്ലോ, ഇത്രയും വർഷമായി ഇപ്പൊ കല്യാണം നടക്കുന്നില്ല. 26 കഴിഞ്ഞു, 27 കഴിഞ്ഞു, ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കല്യാണം ആരെങ്കിലും നടത്തി തരാമെന്ന് ചോദിക്കുമ്പോൾ ആർക്കും നടത്തി തരാൻ കഴിയത്തില്ല. കാരണം അവർക്കറിയാൻ നടത്തിയ ചെലവാ. ഈ കല്യാണം മുഴുവൻ അവർ നടത്തണ്ടേ. വീട്ടുകാരെടുക്കുന്നില്ല, നാട്ടുകാരെടുക്കുന്നില്ല, ഈ ബ്രെയിൻ വാഷ് ചെയ്യാൻ കൊണ്ടുവന്നവരെടുക്കുന്നില്ല. സകലമാന മനുഷ്യരും മുന്നോട്ട് അഭിപ്രായങ്ങളും ഈ അഡ്വൈസും മാത്രം. കല്യാണം നടത്തി തരാൻ ആർക്കും മുന്നോട്ട് വരാൻ പറ്റത്തില്ല. ഏതാണ്ട് 33 പേരോടെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഞാൻ എൻ്റെ കല്യാണം നടത്തി തരാമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കല്യാണം നടത്തി തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതെന്നെ മുട്ടിയിരിക്കുവാണോ എന്ന് കേട്ടാൽ. അതേ സമയത്ത് പ്രായപൂർത്തിയല്ലാത്തൊരു കല്യാണം വേണ്ടാന്ന് പറഞ്ഞൊരു കൊച്ചിനെ നിർബന്ധിച്ച് കെട്ടുകയും ചെയ്യും. കല്യാണം വേണമെന്ന് പറഞ്ഞൊരു കല്യാണം വേണമെന്ന് പറയുന്നത് ആരാന്നറിയാമോ? കല്യാണം വേണമെന്ന് പറയുന്നത് ഫാമിലി ആഗ്രഹിക്കുന്നവരാ. സ്വന്തമായിട്ടൊരു ഫാമിലി വേണം, ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള സന്തോഷം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി മാത്രമേ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പെൺപിള്ളേരുണ്ട്, 30, 33, 35, 38 വയസ്സുള്ളവർ ഓരോരുത്തടുത്ത് ചോദിക്കും, അച്ഛാ എൻ്റെ ഒരു കല്യാണം നടത്തി തരാമോ, എനിക്ക് ആരും കല്യാണം നടത്തി തരാൻ. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തൊരു അവസ്ഥയായിട്ടാണ്. അപ്പൊ നമ്മൾ പുറകെ നടക്കും. 19 വയസ്സ് കഴിഞ്ഞ ഒരു കൊച്ചിന്റെ പുറകെ നടക്കും, എങ്ങനെയാലും കെട്ടിക്കുന്നുണ്ട്. അത് കെട്ടണ്ട. അതിന് ഫാമിലി രണ്ടും സമ്മതിച്ചില്ലല്ലോ. അത് നിങ്ങളുടെ മതവിശ്വാസത്തിന്റെ ബുദ്ധിമുട്ടാണ്. ഫാമിലിക്ക് പെർഫെക്റ്റ്ലി ഫൈൻ. എന്റെ ഫാമിലി പപ്പായ്ക്ക് പപ്പയ്ക്ക് സമ്മതമല്ലായിരുന്നു. അത് പിന്നീട് നമ്മൾ അറിഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും സൂസന്റെ ചർച്ചിന്റെ ഒരു ബിലീഫ് സിസ്റ്റത്തിലല്ല, ഞാൻ ഇവിടുത്തെ വീട്ടിലെ ചർച്ചിന്റെ ബിലീഫ് സിസ്റ്റത്തിലും അല്ല. ഞങ്ങൾ രണ്ടുപേരും വേറെ രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. രണ്ടിലും അല്ല അല്ലെങ്കിൽ രണ്ടുപേരും കർത്താവിനെ വിളിക്കുന്നേ. ഈ ഇവരെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒന്നെങ്കിൽ ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ചർച്ചിൽ ഏതെങ്കിലും ചർച്ചിൽ നിന്നിട്ട് കല്യാണം നടത്താന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അത് താല്പര്യമില്ല. അതായിരുന്നു മെയിൻ പ്രശ്നം. അപ്പൊ അങ്ങനെ നടത്തി തന്നില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ സഹകരിക്കത്തില്ലെന്ന് പറഞ്ഞു. അവര് സഹകരിക്കത്തില്ലെങ്കിൽ എന്റെ ഫാമിലിയില് ഒരാൾ മുന്നോട്ട് വന്നാൽ നല്ല അടിപൊളിയായിട്ട് കല്യാണം നടക്കും. ഇനി ഒരാളോട് വന്നു കഴിഞ്ഞാൽ കഴുത്തും കൈയും നിറയെ സ്വർണം വരും. പക്ഷെ വരത്തില്ല. കാരണം അവരാഗ്രഹിക്കുന്ന രീതിയിൽ നടത്തണം. എനിക്ക് ആലോചനകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രായമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളതല്ല. പക്ഷെ 50-55 വയസ്സുള്ള ആളുകളെ എനിക്ക് ആലോചിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണമുള്ള എനിക്ക് സൗന്ദര്യമുള്ള ആളുകളെ കിട്ടില്ല എന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒടുവിലായി കഴിഞ്ഞപ്പോൾ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇനി കാണാൻ കൊള്ളത്തില്ലാത്തതുകൊണ്ട് ഞാനൊരു പക്ഷെ ഇങ്ങനെ അങ്ങ് ഒതുങ്ങി പോവുമായിരിക്കും എന്ന് ചിന്തിച്ചവരുണ്ട്. 50-55 വയസ്സുള്ള വന്ന് പറയുന്നതൊക്കെ കേൾക്കണം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉണ്ട്, ടാബ്ലറ്റ് രാവിലെ എടുത്തു കൊടുക്കണം, കോളേജ് പ്രൊഫസറാണ്, കോട്ടയത്ത് ഏതോ ഒരു കോളേജ് പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല കാശാണ്.
അതുകൊണ്ട് ഞാൻ എന്താ വേണം, കാശ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. 55 വയസ്സുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ അത് പറയുന്ന രീതിയാണ്. മനസ്സിലായോ? അതായത് ഇതൊക്കെയാണ് നിനക്കുള്ളത്, സോ നീ ഇത് വെച്ച് ചെയ്യാന്നുള്ള. US പോയി കഴിഞ്ഞാൽ അതിപ്പോൾ നല്ല പ്രായമുള്ള ആൾ, നല്ല ആരോഗ്യമുള്ള ആണുങ്ങളെ കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ പറയുന്നു എന്നുള്ള, അതായത് ഭരിക്കാനിരിക്കുന്ന ഒരാളാണ്, പക്ഷെ കാശുണ്ട്, പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയാലും നിന്റെ കാര്യത്തിൽ സെറ്റാണ്. മനസ്സിലായോ? അതൊക്കെയാണ് ആളുകളുടെ ഒരു റിലേറ്റീവ്സ് തന്നെയാണ് ഈ ചെയ്യുന്നത്, സ്വന്തക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് അതൊക്കെയാ സന്തോഷം. ഈ കോവിഡ് സമയത്ത് നിങ്ങളുടെ കല്യാണം കഴിക്കുന്നത് ഹിറ്റായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. കാരണം അത്രയും ചെലവ് കുറച്ച് കഴിക്കാന്ന് പറയുന്നത്. അത് പക്ഷെ ആ കോവിഡിന്റെ സിറ്റുവേഷനെ അനുസരിച്ച് അത് പ്ലാൻ ചെയ്തതാണോ? കാശില്ലായിട്ട് ചില സമയത്ത് ഞങ്ങൾ വിചാരിക്കും കോവിഡ് വന്നതുപോലെ ഞങ്ങളുടെ കല്യാണം നടത്തി. ഞങ്ങൾ ഒത്തിരി പേരോട് കല്യാണം നടത്തി തരാമോ എന്ന് ചോദിച്ചു. ഒരു കോവിഡ് വരേണ്ടി വന്നു, അത് അങ്ങനെ നടക്കാൻ. അതാകുമ്പോ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ആളുകൾ പിരിവെടുത്തിട്ടായി കല്യാണം നടത്തി. കുറെ ആളുകൾ പിരിവെടുത്തിട്ട്, അതായത് 1-2 പേരെ എൻ്റെ ഹെഡായിട്ട് നിന്നുകൊണ്ട് പല ആളുകളുടെ അടുത്ത് നിന്ന് പിരിവെടുത്തിട്ടാണ് ഈ കല്യാണം നടത്തുന്നത്. അപ്പം 20,000 രൂപയ്ക്കകത്ത് കല്യാണം തീർന്ന് മൊത്തം 1 ലക്ഷം രൂപ പിരിച്ചെടുത്ത് ബാക്കി 60 രൂപ മറ്റോ ഞങ്ങളുടെയിലുണ്ട്. അപ്പം അവിടെ ഈ സ്റ്റാറ്റസിന്റെ പ്രശ്നമുണ്ട്. ഈ ആളുകൾ പിരിവെടുത്ത് കല്യാണം നടത്തിയ ആളുകൾക്ക് പിന്നെ ജീവിതത്തിൽ വാട്സപ്പിൽ ഒരു എന്റർടൈൻമെന്റ് സ്റ്റാറ്റസ് ഇടാൻ പറ്റത്തില്ല. കാര്യം ഈ പിരിവെടുത്ത് അത്രയും ആളുകൾ വിചാരിക്കും ഞങ്ങളുടെ കാശിട്ടിട്ടല്ലേ ഞാവരി പൊളിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു നിയർലി ഒരു 1 ഇയർ ഞങ്ങൾ എന്റർടൈൻമെന്റ് ഒന്നും സ്റ്റാറ്റസ് ആയിട്ടോ വീഡിയോയിലോ കാണിക്കാറേ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് പിന്നെ നോർമലൈസ് ആയത് കാര്യങ്ങൾ. പക്ഷെ ഞങ്ങളുടെ കല്യാണത്തിന് പിരിവിട്ട ഒരു നല്ല ശതമാനം ആളുകളും അവരുടെ പേര് പോലും ഞങ്ങളോട് റിവീൽ ചെയ്തില്ല. ആരായിട്ടാന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരുടെ പേരെടുത്ത് പറയാനോ അവർക്കൊരു താങ്ക് യു പറയാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ എവിടുന്ന് വന്നു, സോഴ്സ് എവിടുന്ന് വന്നു എന്ന് നമുക്കറിയാം. ആ സോഴ്സിനോട് നമ്മൾ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വ്യക്തിത്വങ്ങൾ ആരൊക്കെയാന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ ആ കിട്ടിയ പൈസ ടു ബി ഓണസ്റ്റ് ഒരു അനാവശ്യ ചെലവിനും പോയില്ല. കൃത്യം 20,000 രൂപ ഇതിന് പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലൈസ് ആയി. 1 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കിഡ്നി സ്റ്റോൺ ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഡിറ്റക്ട് ചെയ്തു. ആ ഫുൾ പൈസ, ബാക്കി വന്ന ഫുൾ പൈസ ആശുപത്രി ചെലവായിട്ട് കൊടുത്ത് നമ്മൾ ഒരു 10 രൂപയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. 10 രൂപ എന്ന് പറയുമ്പോൾ 10,000 അല്ല, 10 രൂപയും കൊണ്ടാണ് ഇറങ്ങുന്നത്. ഫുൾ തൂത്ത് വാരി ഹോസ്പിറ്റലിൽ കൊടുത്തു. 3 ദിവസം കിടന്നതേ ഉള്ളൂ. അവരൊരു സ്റ്റെൻത്ത് ഒക്കെ ഇട്ടാ വിട്ടത്. ആ സമയത്ത് സർജറി ചെയ്യാൻ നമുക്കൊരു നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് സ്റ്റെൻത്ത് വിട്ടിട്ട് വിടുമായിരുന്നു. യൂറിട്രയിൽ സ്റ്റെൻത്ത് ഇട്ട് മാത്രം വിട്ടു. അപ്പൊ അതിന് മാത്രമുള്ള പേയ്മെന്റ് കൊടുത്ത് നമ്മൾ ഇറങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കും ചാനലിലോട്ടൊക്കെ ഇറങ്ങുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ ലാസ്റ്റ് ബില്ല് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയേക്കാളും കൂടുതലാണ് ബില്ല് വന്നേക്കുന്നത്. ഇപ്പോൾ ഒരു രക്ഷയില്ല. ഇപ്പം ഷിയോച്ചാൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അച്ഛനുണ്ട്, പുള്ളിയെ കല്യാണമൊക്കെ നടത്താനൊക്കെ മുന്നിട്ട് നിന്നത്. പുള്ളി ഏതാണ്ട് 20,000 റുപ്പീസോ മറ്റോ എനിക്ക് കൊണ്ടു തന്ന്. എന്നാലും ബില്ല് എമൗണ്ട് പിന്നെയും കൂടുതലാണ് നിൽക്കുന്നത്. ഞാൻ നേരെ ഈ ഹോസ്പിറ്റലിലെ ഡയറക്ടർ അച്ഛൻ്റെ റൂമിൽ ചെന്നത് കുറച്ച് തരാമെന്ന് ചോദിച്ച്. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഇങ്ങനെ ഇത്രയും നാണം കെട്ട് നിന്നിരിക്കുന്ന ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതായത് ചെറിയൊരു ഇത് കുറച്ച് തരാമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ വാതിക്കൽ ഇങ്ങനെ തലയെ കുറിച്ചുള്ളൊരു നിപ്പുണ്ട്. അടിപൊളിയാണ് ആ സീൻ. 1,500 രൂപ കുറച്ച് 1,500 2,000 അത്രയും കുറച്ച്. 2,000 തികച്ചില്ല. അതായത് 44 സംതിങ് ആയിരുന്നു, അത് 42 മറ്റോ ആക്കി തന്നു. അങ്ങനെയാണ് എമൗണ്ട് ആയത്. നമ്മൾ ആ സമയത്ത് ഫേമസ് ആയിരുന്നു, അത്യാവശ്യം ഫേമസ് ആയിരുന്നു. അന്ന് ജസ്റ്റ് എനിക്ക് കണ്ടൊരു 60,000, നിനക്കൊരു 30,000 ആ റേഞ്ചൊക്കെ ഫോളോവേഴ്സേ ഉള്ളൂ. കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്നൊരു സമയം. ഞങ്ങളോട് ഇതാണെങ്കിൽ സാധാരണക്കാരൻ ഒരു ആശുപത്രി കയറി വരുമ്പം എന്തായിരിക്കും അവരോട് പറയുന്നത്. ഇപ്പോഴതല്ല കഥ, ഇപ്പൊ വേറെ കഥയാ. ഇപ്പൊ കഥ വേറെയാ. പക്ഷെ ഇപ്പൊ അതുണ്ടായിട്ട് സീൻ മാറി. പക്ഷെ അന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ അന്നേരം ഈ കഥ എന്നോട് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചത്, ഒരു അത്യാവശ്യക്കാരൻ വരുവാണ് ആശുപത്രിയിൽ, അവനൊരു വല്ലാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ 2,000 രൂപയെ കുറച്ച് കൊടുക്കത്തുള്ളോ? ഹോസ്പിറ്റലുകാർ പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ എക്സ്പെൻസും അതിലൊക്കെ വലുതാണ്. അവരെങ്കിലും ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റില്ല. അത് ശരിയാണ്. ആ ഫോട്ടോ കണ്ടപ്പോ എന്തായിരുന്നു ആലോചിച്ചത്? പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, പക്ഷെ നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പൊ അച്ഛൻ ഇത് കെട്ടിയിട്ടില്ലേ, ഇത് കേട്ടു 1 വർഷമായില്ല.